ഇപ്പോൾ ജമ്മു കാശ്മീരിലെ യാത്രാ സ്വപ്നങ്ങൾക്ക് വേഗതയേറി പുതിയ റെയിൽപാത തുറക്കുകയാണ്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ചെനാബിലെ റെയിൽവേ ആർച്ച് പാലവും ലോകത്തെ ആദ്യത്തെ കേബിൾ പാലവുമായ അഞ്ചിഘാട്ട് ഉൾപ്പെടെയുള്ള എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളും റെയിൽപാതയുടെ ഭാഗമാണത് രാജ്യത്തിനായി തുറന്നു നൽകുകയാണ്. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ അവിടെയുണ്ട്. അതൊരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് എന്ന് ഉറപ്പായും പറയാം. ചെനാബ് പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഇപ്പോൾ നിർവഹിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ആദ്യമായി പ്രധാനമന്ത്രി കശ്മീരിലെത്തുന്നു എന്നൊരു പ്രത്യേകത കൂടി അവിടെയുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് കാണുന്നത്. ജമ്മു കാശ്മീരിനെ റെസ്റ്റ് ഓഫ് ദ ഇന്ത്യയുമായി കൂടുതൽ സജീവമായി ബന്ധിപ്പിക്കുന്ന ഒരു ചെനാബ് പാലമാണ്. ചെനാബ് പാലം അത് എഞ്ചിനീയറിംഗ് വിസ്മയം എന്നൊക്കെ പറയാവുന്ന ചെനാബ് പാലം രാജ്യത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി കയ്യിൽ ഒരു ദേശീയ പതാക ഏന്തിക്കൊണ്ട് റെയിൽപാലത്തിൽ കൂടെ നടക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ജമ്മു കാശ്മീരിൻ്റെ മുഖക്കുരു തന്നെ മാറ്റിമറിക്കാൻ പോന്ന, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിനെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിനെ കൂടുതൽ വേഗതയിലാക്കുന്ന, ആ ബന്ധിപ്പിക്കൽ കൂടുതൽ വേഗതയിലാക്കുന്ന ഒരു ചരിത്ര നിമിഷമാണ് ഇത് അല്പസമയം മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് രാജ്യത്തിന് സമർപ്പിച്ചത്. ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കൊക്കെ 7 മണിക്കൂർ കൊണ്ട് യാത്ര ചുരുക്കുന്ന ഒരു റെയിൽവേ മേൽപ്പാലമാണത്. അഞ്ചിപ്പാലം, ചെനാബ് പാലവും അഞ്ചിപ്പാലവും ഉദ്ഘാടനം ചെയ്യുന്നതോടെ 2 പ്രത്യേക വന്ദേ ഭാരത് ആഴ്ചയിൽ 6 ദിവസം 4 സർവീസുകൾ നടത്തും എന്നൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നു. ജമ്മു താവിയിൽ നിന്ന് 4.5 മണിക്കൂർ കൊണ്ട് ശ്രീനഗറിൽ ഇറങ്ങാം. കശ്മീർ താഴ്വരയെ കൂടുതൽ സഞ്ചാരികൾ അങ്ങോട്ടേക്ക് എത്തുന്നതിനും ഒക്കെ ഒരുപാട് സഹായകരമായിട്ടുള്ള ഒരു റെയിൽപാതയാണ്. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള ലൈനിൽ 272 കിലോമീറ്ററാണ് അങ്ങനെ നീണ്ടു നിവർന്നത് കിടക്കുന്നത്. ഈ ചെനാബ് പാലവും അഞ്ചിപ്പാലവും ഒക്കെ ഒരുപാട് പ്രതികൂല കാലാവസ്ഥകളെയും ഭൂപ്രകൃതികളെയും ഒക്കെ അതിജീവിച്ച് പടുത്തുയർത്തിയ വലിയ എഞ്ചിനീയറിംഗിൻ്റെ വിസ്മയങ്ങളാണ്. 1.1 കിലോമീറ്ററാണ് 1.1 കിലോമീറ്ററാണ് പാലത്തിൻ്റെ ദൈർഘ്യം. അച്യുതൻ വിവരങ്ങൾ വച്ചിരുന്നു. അച്യുതൻ, ഇതൊരു മഹാവിസ്മയം. യഥാർത്ഥത്തിൽ അത് കാഴ്ചയ്ക്കുള്ള ഒരു പാലം തന്നെയാണ്. അത് കാഴ്ചാ ഭംഗി എന്നതിനപ്പുറം ജമ്മുവിനെ മറ്റു ഭാഗങ്ങളുമായി കൂടുതൽ ബന്ധിപ്പിക്കുന്നു, കൂടുതൽ യാത്രാ സൗകര്യം ഉണ്ടാകുന്നു, കൂടുതൽ യാത്രക്കാർക്കൊക്കെ അങ്ങോട്ടേക്ക് എത്താൻ സഹായകരമായ ഒരു ബൃഹത് പദ്ധതിയാണ് രാജ്യത്തിന് മുന്നിൽ പ്രധാനമന്ത്രി തുറന്നത്. നിർമ്മിച്ചിരിക്കുകയാണ്. അതൊരു റെയിൽ കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് ആ പാലം നിർമ്മിച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ്. അതായത് ഈ നദീ തടത്തിൽ നിന്നും 300 മീറ്റർ ഉയരത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. അത്തരത്തിൽ ഏറെ സവിശേഷതയുള്ള 359 മീറ്ററാണ് നദീതടത്തിൽ നിന്ന് ഈ ഉയരത്തിൽ ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഏതാണ്ട് ആ പാലത്തിന് 1.3 കിലോമീറ്റർ അഥവാ 1315 മീറ്ററാണ് നീളമുള്ളത്. കശ്മീർ, അതായത് ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്കിൽ ഏറ്റവും നിർണായക പങ്ക് വഹിക്കുന്ന ഒരു പാലമാണ് നിലവിൽ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ഈ ആർച്ച് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ചെനാബിലെ ഈ ആർച്ച് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഏറെ സവിശേഷതകൾ ഇതിന്റെ നിർമ്മാണത്തിലുണ്ട്. അതായത് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് അതിന്റെ താപനില മൈനസിലേക്ക് വരെ കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ചില ഘട്ടങ്ങളിൽ താപനില 40 ഡിഗ്രി വരെ എത്തുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ -10 ഡിഗ്രി വരെയും അതുപോലെ 40 ഡിഗ്രി സെൽഷ്യസ് വരെയുമുള്ള ആ താപനിലയിലെ വ്യതിയാനങ്ങൾ വരെ ചെറുക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ പാലത്തിന്റെ രൂപകൽപ്പന നടത്തിയിരിക്കുന്നത്. അത്തരത്തിൽ ചില പ്രത്യേകതയുള്ള സ്റ്റീൽ മെറ്റീരിയലുകളാണ് ഇതിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നു എന്നതും ഏറെ സവിശേഷത ഉള്ള ഒന്നാണ്. മറ്റൊന്ന്, ഈ പാലത്തിലൂടെ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ വന്ദേ ഭാരത് ട്രെയിന് സഞ്ചരിക്കാനാകും. 260 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റിനെ വരെ ചെറുക്കാനുള്ള ശേഷിയുണ്ട്. സ്ഫോടക പ്രതിരോധ ശേഷി ഈ ചെനാബിലെ ഈ പാലത്തിനുണ്ട്. അതുപോലെ തന്നെ ഭൂകമ്പങ്ങളെ ചെറുക്കാനുള്ള തരത്തിലുള്ള ഒരു നിർമ്മാണമാണ് ഈ ചെനാബ് നിർമ്മിച്ചിരിക്കുന്ന ഈ ആർച്ച് ബ്രിഡ്ജിന് ഉള്ളത്. 120 വർഷത്തെ ആയുസ്സാണ് ഈ പാലത്തിന് പറയുന്നത്. ഏതാണ്ട് 1400 കോടിയോളം മുടക്കിയാണ് ഇത് നിർമ്മിച്ചത്. ചില ഘട്ടങ്ങളിൽ അവിടുത്തെ ജമ്മു കാശ്മീരിലെ ചില കാലാവസ്ഥാ വ്യതിയാനം മൂലം നിർമ്മാണങ്ങൾ നീണ്ടുപോയിരുന്നു. എന്തായാലും അതിനെല്ലാം ഒടുവിലാണ് ഈ പാലം പൂർത്തിയായിരിക്കുന്നത്. ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വികസന പദ്ധതി കൂടിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. എന്തായാലും ഇനി ഈ പാലത്തിലൂടെയായിരിക്കും വന്ദേ ഭാരത് ട്രെയിനുകൾ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. എന്തായാലും ആ ഒരു പാലം ഏറെ സവിശേഷതയുള്ള എഞ്ചിനീയറിംഗ് വിസ്മയമാണ് ഇപ്പോൾ
പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ ആർച്ച് പാലമാണ്. നദിയിൽ നിന്ന് അതിന് 359 മീറ്ററാണ് ഉയരം എന്ന് പറഞ്ഞാൽ ഈഫൽ ടവറിന് അത് 324 മീറ്ററാണ്. അപ്പോൾ ഈഫൽ ടവറിനേക്കാൾ ഉയരത്തിൽ 35 മീറ്റർ അധികം ഉയരത്തിൽ അങ്ങനെ നിൽക്കുകയാണത്. 1100 മീറ്റർ നീളമാണ്. 1486 കോടി രൂപ ചെലവിൽ 13,000 മെട്രിക് ടൺ ആർച്ച് ഭാരത്തിൽ മണിക്കൂറിൽ 260 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനൊക്കെ പ്രതിരോധിക്കുന്ന, ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന ബ്ലാസ്റ്റ് പ്രൂഫ് സ്റ്റീലൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു കാഴ്ചാ വിഭവമാണ്. അതിലുപരി ജമ്മു കാശ്മീരിന് മറ്റു ഭാഗങ്ങളുമായി കൂടുതൽ ബന്ധിപ്പിക്കുന്ന ത്വരിതഗതിയിലാക്കാനുള്ള ഒരു വലിയ പദ്ധതിയാണ് പ്രേക്ഷകർ ഈ കാണുന്നത്. അതിൻ്റെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിച്ചത്.